ഹായ് ഫ്രണ്ട്സ്, ജിൻഡോയാണ് JTC മീഡിയ. ഇപ്പൊ എന്റെ കയ്യിൽ എന്തൊരു ചെടിയാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് റെഡ് ലേഡിയുടെ പപ്പ ചെടിയാണ്. ഇത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് ഞാൻ മേടിച്ചു കൊണ്ടുവന്നത് 40 രൂപയ്ക്ക്. അപ്പൊ മേടിച്ചു കൊണ്ടുവരുമ്പോ ബൈക്കിലാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അത് കാറ്റത്ത് ഇങ്ങനെ വളയാതിരിക്കാൻ കുറച്ച് നീറോളി കമ്പ് ഇങ്ങനെ സൈഡിൽ കുത്തി കൊടുത്തു. അപ്പൊ ഇത് കൊണ്ടുവന്ന് അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തപ്പോ അമ്മച്ചി പറഞ്ഞു ഇത് നീറോളി കമ്പൊന്നല്ല, ഇത് നീലമ്മരുടെ ചെടിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയൊക്കെ സത്യമാണ്, നീലമ്മരുടെ ചെടിയാ. നോക്കിയാ നീലമ്മയുടെ ചെടിയെന്ന് അറിയാൻ വേണ്ടിട്ടേ ഈ ചെടിയുടെ ഇല നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വട്ടപ്പുണ്ടാവും ചെടിയുടെ ഇലയ്ക്ക്. പിന്നെ മാത്രമല്ല നമ്മൾ ഏത് ചെടിയുടെ ഇല പൊട്ടിച്ചിട്ട് ഇതേ ഇവിടെ നോക്കിയാ ഈ നെടുക്ക് ഇങ്ങനെ ഇങ്ങനെ വെറുതെ വലിച്ചാലേ കറക്റ്റായിട്ട് ഇതേപോലെ കട്ടായി വരും. ഏത് ഇല മുറിച്ചാലും ഏത് ഇല പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാലും കണ്ട കറക്റ്റായിട്ട് നെടുക്കും പൊറിഞ്ഞത്. അതാണ് നീലമ്മയുടെ ലക്ഷണം. ഇത് എവിടുന്ന് കിട്ടിയെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മുടെ ഷൊർണൂര് തൃശ്ശൂര് ബൈപ്പാസില് മറ്റേ നമ്മുടെ വെളപ്പായ അമ്പലത്തിന് തൊട്ടടുത്തൊരു കരിക്ക് കട ഉണ്ട്. കരിക്ക് കട റോട്ടില് ആ ടാറിന്റെ ഉള്ളിൽ ഈ സാധനം നിൽക്കുക. ഞാൻ നീറോളി കമ്പ മേടിച്ച് കൂട്ടിയതാ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളോ, നിങ്ങള് നീലമ്മയുടെ ഇലൊക്കെ വേണമെങ്കിൽ അവിടുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കോ. വീട്ടിൽ കൊണ്ട് നടാന്ന് വിചാരിച്ചിട്ട് ആരും ഈ ചെടി അവിടുന്ന് വലിച്ചു കൊണ്ടുപോകരുതിട്ടാ. ഇത് നമ്മുടെ തൃശ്ശൂർ റോട്ടില് ആ റോഡ് സൈഡില് ആ വെള്ളം ഒന്നും കിട്ടാത്തൊരു ഭാഗത്താണ് ഉണ്ടായി നിൽക്കണേ. ഒരു കാരണവശാലും ഈ സാധനം വീട്ടിൽ കൊണ്ട് നടാന്ന് വിചാരിക്കരുത്, പിടിക്കണം എന്നില്ല. അപ്പൊ നമുക്ക് ഈ ചെടി നശിച്ചു. ഓക്കെ.